മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബായി നിൽക്കുമ്പോൾ ആശങ്കയിൽ കഴിയുന്ന ഒരു ജനതയ്ക്കൊപ്പമാണ് ന്യൂസ് 18 ഈ മണിക്കൂർ. നിരവധി പ്രശ്നങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 8 മണി മുതൽ ഈ ചപ്പാത്തെ സമരവേദിയിൽ വലിയ പ്രതിഷേധ സമരങ്ങൾ കണ്ടു. ഉപവാസ സമരം, പ്രാർത്ഥനായജ്ഞം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സർവമത പ്രാർത്ഥന അടക്കം ഇവിടെ നടന്നിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളും അതോടൊപ്പം മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധികളുമാണ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത്. ഒരിക്കൽ കൂടി ശ്രീ ഷാജി പി ജോസഫിലേക്ക്. താങ്കൾ മുൻപ് ഒരു പ്രഖ്യാപനം നടത്തിയതാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്നവരെയും വിവാഹം കഴിക്കില്ലെന്ന്. അങ്ങനെ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. പല പ്രശ്നങ്ങളുണ്ട്. അതില് പല കണക്കുകൾ നേരത്തെ പുറത്തു വന്നതാണ്, പല രൂപതകളുടെയും അല്ലെ അവിവാഹിതരായ ചെറുപ്പക്കാരുടെയൊക്കെ കണക്കുകൾ. ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലേ ഇത്? അങ്ങനെ ഒരു പെണ്ണ് കിട്ടാത്തൊരു പ്രശ്നം ഈ നാട്ടിലുണ്ടോ, ഈ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാരണം? തീർച്ചയായിട്ടും ഉണ്ട്. മുല്ലപ്പെരിയാറിന്റെ നിങ്ങൾ വള്ളക്കടവ് ഇങ്ങോട്ടുള്ള ഈ തീരദേശത്ത് പരിശോധിച്ചാൽ അറിയാം. ഞാൻ സത്യത്തിൽ ഈ സമരം തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മുൻ ചെയർമാൻ പല സ്ഥലങ്ങളിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ ഒരു BEd കോളേജിൽ ഒരു മുല്ലപ്പെരിയാർ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം പറയുന്നു, ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ മുല്ലപ്പെരിയാർ പ്രശ്നം കഴിയാതെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള ഒരു ശബ്ദം എടുത്തിട്ടുള്ള ആളാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് കഴിയുന്നവരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയും. അപ്പോൾ അന്നേരം നമുക്ക് കിട്ടിയ എനർജി ആയിട്ട് തോന്നി. പക്ഷേ പിന്നെ ഒരു 18 വർഷം ഈ സമരം നീണ്ടുപോയി അനന്തമായി പ്രശ്നം പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ഇതിനെക്കുറിച്ചൊരു പരിശോധന നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാനിതിന്റെ ഒരു ചെറിയ ഇര മാത്രമാണ്, എന്നെ കഴിഞ്ഞും പ്രായമുള്ള ആൾക്കാർ വള്ളക്കടം മുതൽ ഇങ്ങോട്ട് ഇതിന്റെ ഇരകളായിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നത് ഇതാണെന്നൊരു തോന്നലുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ദൃഢപ്രതിജ്ഞയ്ക്ക് ഞാൻ മുന്നോട്ട്. അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ആ ഇൻസ്പിറേഷനാണ് സുപ്രീം കോടതി വരെ എത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. അതായത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാട്ടം നടത്തുന്നത്. ഇത് ഇങ്ങനെ ഇപ്പൊ 18 വർഷത്തിലധികമായി ഈ സമരം ഇങ്ങനെ നീണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഇത് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകും? കാരണം ഈ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് പല പ്രതീക്ഷകൾ അച്ഛൻ പങ്കുവച്ച കാര്യമുണ്ട്. തമിഴ്നാടിനെ അത്ര വേഗത്തിൽ അനുനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം DMK അങ്ങനെ ഒരു മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു പണിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ DMKയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കും, അവിടുത്തെ സർക്കാരിനെ പോലും ബാധിക്കും. അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാകും. അതിനപ്പുറം എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും? മഴ പെയ്യുമ്പോൾ കാർമേഘം കൂടാതെ നമ്മൾ കാണാറുണ്ട്. അത് മാറിക്കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു നക്ഷത്രം ഇറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു നക്ഷത്രം തെളിയും, ആ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു സാധ്യത, അതിനുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ഒരു സാഹചര്യം തമിഴ്നാടിനെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ ദുരന്തം, ഒപ്പം ഞാൻ പറഞ്ഞല്ലോ കർണാടകത്തിലുണ്ടായ ഡാം ദുരന്തം സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ചതായതുകൊണ്ട് അത് തമിഴ്നാടിനൊരു പുനർവിചിന്തനം നടത്തുവാനുള്ള അവസരമാണ്. ആ ഒരു അവസരം, അതായത് തമിഴ് വംശജർ ഇവിടെ താമസിക്കുന്നുണ്ട്, നഷ്ടപ്പെട്ട അവരുടെ സഹോദരങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടാം. തീർച്ചയായും അവരാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത്. വള്ളക്കടവ് മുതൽ ഇടുക്കി ടണൽ പ്രദേശം വരെയുള്ള ആൾക്കാരുടെ ഒരു പോപ്പുലേഷൻ കണക്കെടുത്താണ്. അതിൽ ഏതാണ്ട് 70% വരുന്ന തമിഴ് ഭാഗത്തിൽപ്പെടുന്ന തോട്ടത്തൊഴിലാളികളാണ്, അടങ്ങുന്ന സഹപ്രവർത്തകരാണ്, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ആ ബന്ധത്തിനൊരു കോട്ടം വരാതെ, അതുകൊണ്ടാണ് അനാവശ്യമായ ചില നവമാധ്യമങ്ങളിൽ ചില അനാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. അതൊന്നും കാലഘട്ടത്തിന് യോജിച്ചതല്ല, ഇന്നത്തെ തലമുറയ്ക്ക് യോജിച്ചതല്ല എന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ദൈവീതം അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറകോട്ട് പോകണം. അത് ശരിയല്ല എന്നാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ഒരു 2-3 തലമുറയായാലേ എവിടെയാ സ്ഥലം? ഉപ്പുതറ. എത്ര ഇത് നാളായിട്ട്, ഇപ്പൊ വർഷങ്ങളായിട്ട് ഒരു 2 പതിറ്റാണ്ടിലധികമായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. തുടക്കം മുതൽ ഈ സമരത്തിലുണ്ടോ ചേട്ടൻ? എങ്ങനെ പേടിയുണ്ടോ? ഈ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്നൊരു ഭയമുണ്ടോ? തീർച്ചയായിട്ടും പേടിയുണ്ട്. ഇപ്പൊ കണ്ടില്ല, ഒരു ദുരന്തം നടന്നിട്ട് കണ്ട അവിടെ മണ്ണ് പോലില്ല. മക്കളൊക്കെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒക്കെ അവസ്ഥ തന്നെ, അവർക്ക് ഈ അല്ല, നിങ്ങൾ ഈ വിഷയമൊക്കെ ഈ അധികാരികളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുക്കാവുന്നിടത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലെ ഒരു ഇവരൊക്കെയാണ് സപ്പോർട്ട്. അച്ഛനാണ് ഒന്നാമത്. അപ്പൊ ചേട്ടന്റെ ഒരു ഓർമ്മയിൽ ഇതിനു മുൻപ്, അതായത് 2018-ലും 2019-ലൊക്കെ 2018-ലും വലിയ പ്രളയം നമ്മൾ കണ്ടതാണ്. അതിനു മുൻപ് ഈ ഇതുപോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള വലിയൊരു 62-ലെ വെള്ളപ്പൊക്കം വന്നത്, പോലീസ് സ്റ്റേഷനൊക്കെ ഉള്ള 62-ല്ലേ ചേട്ടാ വെള്ളപ്പൊക്കം? 62 പോലീസ് സ്റ്റേഷന്റെ വാതിൽ വെള്ളമാണ്. ഉപ്പുതറക്കുള്ള വെള്ളം വെച്ചാന്നൊക്കെ കിട്ടില്ല. ആ സമയത്തൊക്കെ ഞാൻ ഉണ്ട്. പാലം കെട്ടുന്ന പോയിട്ടില്ല. ഓക്കെ. ചേട്ടാ എവിടെയാ സ്ഥലം? എവിടെയാ? ചപ്പാത്ത് തന്നെയാ. ഈ സമരരംഗത്ത് തുടക്കം മുതലുള്ളതാണോ? തുടക്കം മുതലുള്ളതാണ്.
ഇപ്പൊ ഈ ഒരു പ്രതീക്ഷയുണ്ടോ അതോ നിരാശയിലാണോ നിങ്ങൾ? നിരാശയിലാണ്. പ്രതീക്ഷ എന്ന് വയ്ക്കാൻ പറ്റിയ ഒരു അനുഭവത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. തമിഴ്നാടിന്റെ ഒരു പ്രതിസന്ധിയാണ് നമ്മളെയും ഏറ്റവും കൂടുതൽ ഇതിലോട്ട് ആക്കുന്നത്. കാരണം അവര് പുതിയ കരാറിന് ഭയപ്പെടുന്നു. അല്ല, ഡാമിന് വെള്ളത്തിനും അല്ല അവർക്ക് ഭയപ്പാട്, പുതിയ കരാറിനെ അവർ ഭയപ്പെടുന്നു. അതിന് നമ്മുടെ കേരളം ഗവൺമെന്റും കൂടെ അതിന് ഓശാന പറഞ്ഞു എന്നേ സ്വന്തമായി പറയാനുള്ളൂ. ഇന്ന് ഇവിടെ താമസിക്കുന്നവരുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു ബോംബാണ് നിൽക്കുന്നത്. ആ ബോംബ് പൊട്ടിയാൽ ലക്ഷക്കണക്കിന് ജനം പോകുന്നുള്ള ചിന്ത ഈ വരുന്ന ഗവൺമെന്റ് എല്ലാം തന്നെ അറിഞ്ഞാൽ തന്നെയും അതിനൊരു ശാശ്വതമായ തീരുമാനം എടുക്കാൻ ഈ ഗവൺമെന്റ് ഇതെടുക്കുന്നില്ല, തീരുമാനം എടുക്കുന്നില്ല. കാരണം ഒരു ബോംബ് ഒരു സ്ഥലത്ത് വീണാൽ കൂടി വന്നൊരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ. പക്ഷേ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കിലോമീറ്റർ കണക്ക് അതിന്റെ ദൂരം പോലും ഒരു 5 ജില്ലകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുപോലും കണക്കെടുക്കാൻ ഇന്ന് നമ്മുടെ ഗവൺമെന്റോ നമ്മുടെ ആൾക്കാരോ ഇതിന് അംഗീകാരം നൽകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു സങ്കടമായൊരു കാര്യം. ഈ തലമുറയല്ല, ഇനിയുള്ള തലമുറയ്ക്കും ജീവിക്കണമെങ്കിൽ ഇതൊരു പാഠമായിട്ട് തന്നെ മാറണം. ഓക്കെ, ചേട്ടൻ വലിയ നിരാശയില അദ്ദേഹത്തിന്റെ വാക്കുകൾ പങ്കുവച്ചത്. ഈ സർക്കാരിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? സർക്കാർ ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷയുണ്ടോ? സർക്കാർ ഇടപെടൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു റോഷിക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞങ്ങൾ പ്രതീക്ഷയിലാണ്. താങ്കൾ എത്ര വയസ്സ് മുതൽ ഈ സമരരംഗത്തുണ്ട്? ഞാൻ എൻ്റെ ഒരു 18 വയസ്സ് തൊട്ട് ഞാൻ സമര സമിതി അംഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഇതിനു മുൻപ് പലപ്പോഴും മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇപ്പോഴും അത് തന്നെ പറയുന്നു. പ്രതീക്ഷയുണ്ട്. അത് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ ഇത് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ തീരുമാനങ്ങളൊന്നും ആകുന്നില്ല. ഓക്കെ, ചേച്ചി ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അമ്മ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അല്ലെ, രാഷ്ട്രീയ നേതാവായിരുന്നു. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, കോൺഗ്രസ് അല്ലെങ്കിൽ CPM, മറ്റെല്ലാ പാർട്ടികളും സമരരംഗത്തുണ്ടായിരുന്ന ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താങ്കളുടെ അമ്മ അടക്കം ഈ സമര പരിപാടികളുമായി തുടക്കം മുതലുള്ളതാണ്. ഇനി എങ്ങനെ? കാരണം ഇവിടുത്തെ ആളുകളുടെ ഒരു നിരാശയാണ് പലരും പങ്കുവച്ചത്. വലിയ ദുഃഖത്തോടെ അവർ സംസാരിക്കുന്നത്. ഈ സമരരംഗത്തുണ്ടായിരുന്ന പലരും മൺമറഞ്ഞു പോയി. ഇനിയുള്ളൊരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ സമരം ചെയ്യുന്നു, പോരാട്ടം നടത്തുന്നു. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ്? ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർ നടത്തി തരുന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയുണ്ട്. ഗവൺമെന്റ് പ്രതീക്ഷയുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിന് മുന്നിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങൾ, അത് അവരെ മനസ്സിലാക്കുക, അതിനുവേണ്ട നടപടികൾ, പല പല പ്രക്ഷോഭങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് പുതിയ പ്ലാനിലായിട്ട് പോകും. അപ്പോൾ അത് സർക്കാരും ആയിട്ട് ഇടപെട്ട് അവരെയും കൊണ്ട് സമ്മർദ്ദം ചെലുത്തുക തമിഴ്നാട് സർക്കാരിനോടെന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അവരെ വിരോധികളായിട്ട് കാണുന്നില്ല നമ്മൾ. അവർക്ക് വേണ്ട ജലമാണെങ്കിൽ ഇവിടുത്തെ മനുഷ്യന് ഓരോ നിമിഷവും ചങ്കിടിപ്പോടുകൂടി ജീവിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, വിവാഹം കഴിക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥ. എത്രയോ വീടുകളിൽ ഭയത്തോടെയാണ് കിടക്കുന്നത്. എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അവനവന്റെ ജീവൻ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് അതിനു വേണ്ടിയല്ലേ. അപ്പം അതിന്റെ മുകളിൽ വലിയൊരു ബോംബ് പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എത്രയോ ജനങ്ങളാണ് ദുരിതത്തിലായി പോകുന്നത്. ഈ ഒരു ജില്ല തന്നെയല്ല, മറ്റുള്ള ജില്ലകളിലും ആ ദുരിതങ്ങളാണ് വരുന്നത്. ഒരു ഡാം പൊട്ടിയാൽ തന്നെ കേരളത്തിലുള്ള ബാക്കിയുള്ള ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ ചൂരൽമലയിലെ അവസ്ഥ നമ്മൾ കണ്ടു. ഞങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സ്ഥലങ്ങൾ, അവിടെയൊക്കെ നടന്ന സംഭവങ്ങൾ തൂത്തുവാരിയാണ് പോയത്. ഇത് എങ്ങനെ വരുന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഗവൺമെന്റ് അതിനുള്ള ശരിയായൊരു നടപടി എടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. 2018 പ്രളയം കഴിഞ്ഞു കഴിഞ്ഞപ്പിന്നെയാണ് ഇടുക്കി ഡാമിന് താഴെയുള്ള മനുഷ്യർക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ ദുരിതം എന്തുമാത്രം ബുദ്ധിമുട്ട് വരുത്തും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ്. അതിന്റെ മുമ്പ് ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പൊട്ടി വരുമെന്ന്. പക്ഷെ കൂടുതൽ ജനങ്ങളും ബോധവാന്മാരായത് ആ സമയത്താണ്. അതായത് ആ വെള്ളപ്പൊക്കം നമ്മൾ കണ്ടത്, എറണാകുളം ആ സൈഡിലോട്ടൊക്കെ ഉള്ള വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് എങ്ങനെയാണ് ഒരു ഡാം പൊട്ടി വന്ന ഉള്ളൊരവസ്ഥ ചിന്തിച്ചു നോക്കാം. അപ്പം അതിനായിട്ട് അങ്ങനൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് തന്നെ വേണ്ടേ മെയിൻ നടപടി എടുക്കുക. അത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ മുന്നോട്ടും ശക്തമായിട്ടുണ്ട്. സർക്കാരിന്റെ ഇടപെടൽ തന്നെയാണ് ഇവിടുത്തെ ആളുകൾ, മുല്ലപ്പെരിയാർ സമരസമിതിയും ചപ്പാത്തിലെയും വണ്ടിപ്പെരിയാറിലെയും ഒക്കെ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നു. പക്ഷെ പലരും വലിയ നിരാശയും പങ്കുവെക്കുന്നുണ്ട്. അതായത് 2 പതിറ്റാണ്ടിലധികമായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരാണ് ഈ ഓരോ വ്യക്തികളും, ഓരോ ജനങ്ങളും, ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളും വിവിധ മതസംഘടനകളും. പക്ഷെ ഇപ്പോഴും ഇവര് കാലാകാലങ്ങളായി ഉന്നയിക്കുന്ന ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല.